കൊള്ളാവുന്ന ഒരു പെണ്ണ് ഒരിക്കലും ഗിരിയുടെ ഭാര്യയായി വരാതിരിക്കാൻ വേണ്ടി മാത്രം, ആ പഴുതറയ്ക്കാൻ വേണ്ടി മാത്രമോ നിന്നെ ഞാൻ ഈ കുടുംബത്തിലേക്ക് വിളിച്ചു കയറ്റിയത്. അല്ലാതെ ഈ കുടുംബത്തിന്റെ മരുമകളായിട്ട് വാഴാനല്ല. അർഹിക്കാത്തതൊന്നും കൈക്കലാക്കാന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. മോളെ സുമി, നീ ഇങ്ങനെ നിന്ന് നേരം കളഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുണ്ടല്ലോ. അയ്യോ അല്ലമ്മേ, ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് ചെയ്തതാ. എന്തിനാ മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നേ? ഇപ്പൊ നേരം എത്രയായിരുന്ന വിചാരം? അവിടെ റിസപ്ഷൻ ആളുകൾ വന്നു തുടങ്ങാറായി. അവരൊക്കെ ഗിരിയേയും നിന്നെയും കാണാനല്ലേ വരുന്നത്. അപ്പൊ നീ ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? മോള് ചെന്ന് വേഗം റെഡിയാവും. ചേച്ചി ആ മാലയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ എല്ലാം സെറ്റാക്കണ്ടേ? ഇത്രയും വിലപിടിപ്പുള്ള സാധനമല്ലേ, നല്ല ശക്തമായ സെക്യൂരിറ്റി വേണ്ടേ? പോരാഞ്ഞ് പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വരുന്നതല്ലേ. അതെ അതെ, എല്ലാം വിചാരിച്ചതിലും ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഒരു ടെൻഷനും വേണ്ട. നന്നായി. ഇത് മതി. നല്ലതായിരുന്നു, ഉടുക്കാനും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ വേണ്ട, ഇത് ഒത്തിരി സിമ്പിളായി പോയി എന്ന് പറയുന്നു. അത് ശരിയാ, ഇത് ഇത്തിരി സിമ്പിളായി പോയി. ആർഭാടത്തിന്റെ കാര്യത്തില് ഇന്ന് ഒരു കുറവും വേണ്ട. ഇന്നത്തെ ദിവസം നിന്റെ ദിവസാണ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഇങ്ങ് തന്നെ. പ്രത്യേകിച്ചേ ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ ആവുമ്പോ അല്പം ആർഭാടായിട്ട് തന്നെ ഡ്രസ് ചെയ്യണം. ഇതെടുത്താ മതി. ഇത് തന്നെ വേണോ? ദേ സുമി, നീ വെറുതെ ബോറാക്കാൻ നിക്കല്ലേ. വേഗം കുളിച്ച് റെഡിയായി വന്നിട്ട് ഈ സാരി ഉടുത്ത് നിക്ക്. എന്നിട്ട് എന്നെ വിളിക്കൂട്ടോ. സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്. ഞാൻ വന്ന് ഫൈനൽ ടച്ച് ഒക്കെ ചെയ്ത് സുന്ദരിയാക്കി തരാട്ടോ. ഓക്കെ? റിസപ്ഷന് സമയമായിട്ടും തടിയനിരുന്ന് ജോലി ചെയ്യുന്ന കണ്ടില്ലേ? കഷ്ടം. ദൈവം ഏതായാലും പെർഫെക്റ്റ് മാച്ചായ രണ്ടെണ്ണത്തിനെയാ സൃഷ്ടിച്ചത്. ചക്കിക്കൊത്ത ശങ്കരൻ. അയ്യോ മോനെ, നീ ഇതുവരെ റെഡിയായില്ലേ? ഓ, അതിന് സമയമായില്ലോ അമ്മേ. എന്നാര് പറഞ്ഞു? ഗസ്റ്റുകളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങും. അമ്മ അച്ഛമ്മയൊക്കെ അവിടെ ഉണ്ടല്ലോ, ഞാൻ എത്തിക്കോളാം. അമ്മ പൊക്കോ. അതൊന്നും പറഞ്ഞാ ശരിയാവില്ല. നിന്റെ കല്യാണത്തിന്റെ റിസപ്ഷനാ നടക്കാൻ പോകുന്നത്. അവിടെ ആദ്യം ഉണ്ടാവേണ്ടത് നീയാ ഗിരി. പോരാത്തതിന് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായ ആ മാല എന്റെ മരുമോളെ അണിയിക്കാൻ പോകുന്ന ചടങ്ങും കൂടിയല്ലേ. എഴുന്നേക്ക്, നീ ചെന്ന് വേഗം റെഡിയായി വാ. ചെല്ല്. പൊയ്യാരത്ത് കുടുംബത്തിന്റെ പാരമ്പര്യ മുദ്രയായ രത്നമാല അണിയാൻ നിന്റെ ഭാര്യ ഇനി 7 ജന്മം കൂടി ജനിക്കേണ്ടി വരും. അത് വേറെ കാര്യം. അയ്യേ, നീ എന്താ ഇങ്ങനെ ഇവിടെ? പിന്നെ എനിക്ക് ഡ്രസ് മാറണ്ടേ? വാഷ്റൂമിൽ നിന്ന് ഈ കോലത്തിലാണ് ഇറങ്ങി വരുന്നതെങ്കിൽ തനിക്കൊന്ന് പറഞ്ഞിട്ട് വന്നുകൂടെ? ഞാൻ മാറി തരില്ലായിരുന്നോ? നിങ്ങൾക്കൊന്ന് വാതിൽ നോക്കി ചെയ്തിട്ട് കയറി വരായിരുന്നില്ലേ? നീ ഒരു മിനിറ്റ് ബാത്റൂമിൽ കയറി നിൽക്ക, ഞാൻ പോയിട്ട് ഇറങ്ങിക്കോ. പക്ഷെ ഞാൻ കയറി വാതിൽ അടയ്ക്കുന്നവരെ തിരിഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ തിരിയുന്നുമില്ല, കണ്ണും തുറക്കുന്നില്ല. ഒന്ന് കയറി പോകുന്നുണ്ടോ? ആ
മോശമായി പോയി. ഞാൻ കയറി വരുമ്പോ ശ്രദ്ധിക്കണമായിരുന്നു. അയ്യേ. അയ്യോ അതെ, എന്റെ ആ സാരി ഒന്ന് എടുത്തു തരുമോ? എന്തോന്ന്? അവിടെ ആ കട്ടില് ഞാനൊരു സാരി വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തു തരുമോ? ഇതൊക്കെ എടുത്തോണ്ട് വേണ്ടേ പോവാൻ? അത് എടുക്കാനായിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോഴല്ലേ ഗിരി കയറി വന്നത്. ദാ. ദാ. ഓ താങ്ക് യു. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാലോ. അറിയാം മാഡം. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യതയില്ലാത്ത വിധത്തിൽ ശക്തമായ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ആണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കോടികൾ വിലമതിപ്പുള്ള രത്നങ്ങൾ പിടിപ്പിച്ച മാലയാണത്. പക്ഷെ അതിന്റെ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് അതല്ല. ഈ കുടുംബത്തിന്റെ 200 വർഷത്തിലേറെ പാരമ്പര്യമുള്ള മാലയാണത്. അറിയാവോ? ഒരു ടെൻഷനും വേണ്ട സാർ. ആ മാല പ്രത്യേകം തയ്യാറാക്കിയ സേഫ്റ്റി ലോക്കറിൽ സുരക്ഷിതമാണ്. മാത്രമല്ല, ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയം മുഴുവൻ ഈ വീടിന്റെ ഓരോ കോണും ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലായിരിക്കുകയും ചെയ്യും. വരണം സർ, ഇതാ ഇവിടെയാണ്. ഈ റൂമിലേക്ക് ഈ ഒരു പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ. അവിടെ സെക്യൂരിറ്റി പേഴ്സൺസ് എപ്പോഴും ഉണ്ടാവും. പോരെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ മുറി നിരീക്ഷിക്കപ്പെടുന്നത്. ഇന്നത്തെ ഫംഗ്ഷൻ എത്തുന്ന ആദ്യത്തെ ഗസ്റ്റ് മുതൽ അവസാനത്തെ ഗസ്റ്റും ഇവിടുന്ന് പോകുന്ന നിമിഷം വരെ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. ഒരു ടെൻഷനും വേണ്ട, ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. സെക്യൂരിറ്റി എത്ര ടൈറ്റ് ആക്കിയാലും ആ മാല ഇന്ന് മോഷണം പോയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഫംഗ്ഷൻ തുടങ്ങാൻ നേരായി. നീ ഇത് റെഡി ആയില്ലേ? ഞാൻ വരാൻ വേണ്ടി തുടങ്ങായിരുന്നു. അപ്പോഴാ അവള് സുമി എന്ത് ചെയ്തെന്നാ? ഏയ് ഒന്നും ഇല്ല. എന്തുപറ്റി, നിങ്ങൾ തമ്മിൽ വഴക്കൂടിയോ? വഴക്കൊന്നും ഉണ്ടായില്ലടാ. എടാ പിന്നെ എന്താ ഉണ്ടായെന്ന് പറ. അതൊന്നും പറയാൻ കൊള്ളില്ല. എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ ഏകദേശം പിടി കിട്ടി. എടാ, നിനക്ക് മുമ്പേ കല്യാണം കഴിച്ച ആളെന്ന നിലയിൽ എന്റെ അനുഭവം വെച്ച് ഞാനൊരു ഉപദേശം തരാം. വിവാഹത്തിന് മുമ്പേ നമ്മൾ തെറ്റെന്ന് കരുതുന്ന പല കാര്യങ്ങളും കല്യാണം കഴിഞ്ഞാൽ ശരിയായി മാറും. അതെ, ഒരു പ്രത്യേക പ്രതിഭാസമാണ്. ദാരിദ്ര്യത്തെ എന്തോ സംഭവിച്ചെന്നുള്ള ധാരണ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി കളഞ്ഞേക്ക്. സംഭവിച്ചതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. നീ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. എടാ, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, പക്ഷെ ചെറുതായി എന്തോ സംഭവിച്ചു അല്ലേ? നീയേ പറഞ്ഞു പറഞ്ഞ ആടിനെ പട്ടിയാക്കാൻ നോക്കണം. നീ ആ വിഷയം വിട്ടെ. അത് പോട്ടെ, നീ മാത്രമേ വന്നുള്ളൂ? സ്നേഹ എവിടെ? അവള് നേരത്തെ വന്നല്ലോ. അവളെ സുമിതയെ ഡ്രസ് ചെയ്യാൻ സഹായിക്കാൻ റൂമിലേക്ക് പോയിരിക്കാം.
ഡ്രസ് ചെയ്യാൻ സഹായിക്കാൻ എന്താ അവിടെ എന്താ ഉള്ള കുട്ടിയാണോ? അങ്ങനെയല്ലടാ. ഇന്നത്തെ ദിവസം അവൾ മിസ്സിസ് ഗിരിധർ നമ്പ്യാരായി സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങല്ലേ. എടാ, അപ്പൊ അവളുടെ ഡ്രസ്സിംഗ് ഒക്കെ നന്നായില്ലെങ്കിലേ അത് ശരിയാവില്ല. ഉം. ആളുകളൊക്കെ അതും ഇതും പറയും. അതുകൊണ്ട് സഹായിക്കാൻ പോയതാടാ സ്നേഹ. ഹ, പെണ്ണുങ്ങളെ സമ്മതിക്കണം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഉടുത്തൊരുങ്ങാൻ എങ്ങനെ പറ്റുന്നടാ? എടാ, ഇതൊക്കെ ചെയ്യാനേ നമുക്കൊന്നുമില്ലാത്തൊരു സംഭവം അവർക്കുണ്ട്. 6th സെൻസ്, ഒരു പ്രത്യേക കഴിവ്. നീ പറഞ്ഞത് 100% ശരിയാ. സത്യം പറഞ്ഞ എനിക്കിപ്പൊ നിന്നോട് ഭയങ്കര ബഹുമാനം ആകാശേ. അതെന്താ? 10 വർഷമായിട്ടൊരു പെണ്ണിനെ സഹിക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ലല്ലോ. സത്യം പറഞ്ഞാലേ നിനക്ക് സമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനം തരേണ്ടതാ. അതെ, മതി മോനെ, ആക്കിയാന്ന് മനസ്സിലായി. മതിയാക്കട്ടാ. നീയേ വാ, താഴെ ഗസ്റ്റുകൾ വന്നു തുടങ്ങി. വാ, വാടാ. സുമി, സുമി. സ്നേഹവരെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. കേറി വാ, ഒരു സഹായം വേണം എനിക്ക്. അതെ, ഈ ബ്ലൗസിന്റെ പിന്നിലെ ഹൂക്കും കെട്ടും ഗുലുമാലും ഒന്നും ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഇടാൻ പറ്റുന്നില്ല. നീ അത്രയുള്ള കാര്യം ഇപ്പൊ ശരിയാക്കി തരാം. തിരിയെ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. താങ്ക് യു. വാവ്, അടിപൊളിയായിട്ടുണ്ട്. ഈ സാരി നിനക്ക് സൂപ്പർ ആയിട്ട് ചേരുന്നുണ്ട്. പിന്നെ നീ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് വെറുതെ പറയുന്നതെന്ന് എനിക്കറിയാം. എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല സ്നേഹം. ആകെ എന്തോ പോലെ. അതെ, ഈ സൈൻ ബ്ലൗസ് ഒന്ന് മാറിയാലോ? ദേ, ഈ ആറ്റിറ്റ്യൂഡാണ് നീ ആദ്യം മാറ്റേണ്ടത്. കോച്ചിങ് സെന്ററിലെ അധ്യാപികയായിരുന്ന ആ പഴയ സുമിത ചന്ദ്രന്റെ കേസിലെ നീ പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ ഇപ്പൊ നീ അതല്ല. ഇപ്പൊ നീ മിസ്സിസ് ഗിരിധർ നമ്പ്യാരാണ്. ബിസിനസ് മാഗ്നറ്റ് ഗിരിധർ നമ്പ്യാരുടെ വൈഫ്. ലോകം ആ കണ്ണിലൂടെ മാത്രമേ ഇനി നിന്നെ കാണുള്ളൂ. യു ആർ റിയലി ലുക്കിംഗ് ഗുഡ്. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വരുന്നത് ഭർത്താക്കന്മാർക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യം തന്നെയാ. പിന്നെ അത് പുറമെ പ്രകടിപ്പിക്കാറില്ലെന്നേ ഉള്ളൂ. ഇന്ന് നിന്നെ ഈ വേഷത്തിൽ കണ്ട ഗിരി ഞെട്ടു. നോക്കിക്കോ. നീ ഇപ്പൊ എന്താ ഓർത്തത്? ഈ വേഷത്തിൽ നിന്നെ കാണുമ്പോ ഗിരി ഞെട്ടാൻ പോകുന്നത് ഓർത്തിട്ടല്ലേ? അല്ല, വേറൊരു വേഷത്തിൽ കണ്ട് ഞെട്ടിയതോർത്ത. നമസ്കാരം അച്ഛാ. ഏട്ടാ. മോളെ, എന്തൊക്കെയുണ്ട് മോളെ? സുഖമല്ലേ നിനക്ക്? യെസ്, നിങ്ങളൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. അയ്യോ, ആണോ മോളെ? ഹലോ ലിയ. ഹായ്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. സുമി എവിടെ? സുമിത റെഡി ആവുന്നേ ഉള്ളൂ. മോളിലെ മുറിയിലുണ്ട്. ഞങ്ങളെന്നാ അങ്ങോട്ട് പോയി അവളെ ഒന്ന് കണ്ടാലോ? പിന്നെന്താ, പോയി കണ്ടിട്ട് വരൂ. ഹായ് ഗിരി, ഹാപ്പി മാരീഡ് ലൈഫ് മൈ ബ്രോ. നിന്നെ കല്യാണത്തിന് കണ്ടില്ലല്ലോ, മുങ്ങിയല്ലേ? നിനക്കറിയാലോ എന്റെ അവസ്ഥ. ഞാൻ സ്ഥലത്തില്ലായിരുന്നടാ. നന്ദു, വാ മോളെ, നമുക്കേ മോളിൽ ചെന്ന് സുഖയെ കാണാം. എന്തിനാ അമ്മേ? ഇവിടെ നിക്ക്. ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ കാണാവുന്നതല്ലേ ഉള്ളൂ. അതെ, അത് തന്നെയാ നല്ലത്. എന്റെ നന്ദു, അവളുടെയും ഗിരിയുടെയും മുറിയൊക്കെ ഒന്ന് കയറി കാണാൻ ഇതിനേക്കാളും നല്ല അവസരം നമുക്ക് ഇനി കിട്ടാനില്ല. നീ ഒന്ന് വന്നേ. അമ്മ, നന്ദു, എന്താ നിനക്ക് പറഞ്ഞാ മനസ്സിലാവാത്ത? എന്താ ഇത്? നീ ഒന്ന് സമാധാനപ്പെടുന്നില്ലേ?
ഇന്ന് സുമിതയെ കാണാൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകതയോ? എന്ത് പ്രത്യേകത? തെളിച്ചു പറയ് ഗിരി. അല്ല, ഇയാളെ എപ്പോഴും കാണുന്ന പോലെ അല്ല. ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയായിരുന്നു. അച്ഛാ, എന്ത് പണിയാ ഗിരി കാണിച്ചത്? ശരിയാ, തീരെ മോശമായിപ്പോയി. ഞാൻ എന്ത് ചെയ്തു? മനസ്സ് തുറന്ന് സുമിതയോട് ഒരു കോംപ്ലിമെന്റ് പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ. എന്ത് കാണാൻ ഒരു പ്രത്യേകത ഉണ്ടെന്നോ, വ്യത്യാസം ഉണ്ടെന്നോ? ഹലോ, എന്നൊക്കെയല്ലേ നീ പറഞ്ഞേ? എടാ, അവളെ കാണാൻ സുന്ദരിയായിരിക്കുന്നു നാവെടുത്ത് പറഞ്ഞ് എന്തായിരുന്നു കുഴപ്പം? എന്റെ സുമി, സത്യമായിട്ട് ഇപ്പോഴും എനിക്ക് ഇതൊന്നും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ഇത്രയും വലിയ വീട്ടില് മോൾ എത്തിപ്പെട്ടെന്ന് ഓർക്കുമ്പോ അമ്മയ്ക്ക് ശരിക്കും അമ്മേ പതുക്കെ. മോളെ, നീ സന്തോഷായിരിക്കുന്നോ? ഈ വീടും സാഹചര്യമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമൊന്നുമില്ല അച്ഛാ. എങ്കിലും നമ്മുടെ വീടും കൊച്ചു വർത്തമാനങ്ങളും പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ എപ്പോഴും മിസ് ചെയ്യാ. വീട്ടിൽ ഓടി നടന്ന് പണിയെടുക്കുന്നതും എന്നും രാവിലെ കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നതൊക്കെ ഞാൻ കൊതിയോടെ ഇപ്പൊ ഓർക്കുന്നേ. ഇവിടെയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ ആകെ ബോറടി അച്ഛാ. ഇത്രയും സന്തോഷത്തിൽ സുമിതയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് പിന്നെ ഇല്ലാതിരിക്കൂ. എത്ര നാള് കൂടിയ സുമിത വീട്ടുകാരെ കാണുന്നത്. ചേച്ചി, ഹലോ. ഓ ഹായ്. ഹായ് ആന്റി. ആന്റി അല്ല, സുമിയുടെ അമ്മ. അയ്യോ സോറി സോറി, ഞാനത് മറന്നു. നമസ്കാരം സുമിയുടെ അമ്മ. നമസ്കാരം. 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 സുമി, നീ ഇവിടെ വന്ന് നിന്ന എങ്ങനെയാ? ഗിരിയും നീ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് നിന്ന നിങ്ങളോട് വിവാഹാശംസകൾ പറയാൻ വരുന്നവര് എന്താ ചെയ്യാ? അത് ശരിയാ, മോൾ അങ്ങോട്ട് ചെല്ല്. അല്ല, പിള്ളേരെവിടെ? എവിടെ? ഇവിടെ എവിടെയെങ്കിലും കാണും. കൊള്ളാം, നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛൻ. രണ്ടും കൂടെ എവിടെങ്കിലും ചെന്ന് വല്ല കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ടാവും. നീ വന്നേ, നോക്കാം. വാ വാ.